ഡിഫൻസ് ഫോഴ്സ് വിഷൻ 2047 അതെന്താണെന്ന് ലോകത്തിന് തന്നെ പിടികിട്ടിയിട്ടില്ല. രാജ്യത്ത് തന്നെ പല ആളുകൾക്കും അതെന്താണെന്ന് അറിയില്ല. എന്താണ് യഥാർത്ഥത്തിൽ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ച ഈ ഡിഫൻസ് ഫോഴ്സ് വിഷൻ 2047? എന്തുകൊണ്ടാണ് ഇതിലൊരു 2047 ഒരു കണക്ക് കൂടി വരുന്നത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ് 1947. 2047 എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷം തികയും. അതാണ് ഈ 2047 പ്രത്യേകത. മറ്റൊരു കാര്യം, മോദി എന്നും പറഞ്ഞിരുന്നത്, മോദിയുടെ വിഷനാണത്, മോദി എന്നും പറഞ്ഞിരുന്നത് ഈ 2047 ആവുമ്പോഴേക്ക് ഇന്ത്യ ഒരു വികസ്വര രാഷ്ട്രത്തിൽ നിന്ന് വികസിത രാഷ്ട്രമാകും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ ഈ വികസിത രാഷ്ട്രം എന്ന് പറയുമ്പോഴൊക്കെ അതിനകത്ത് നമ്മുടെ ജനങ്ങളുടെ കാര്യങ്ങൾ, ഇവിടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതേക്കുറിച്ചൊക്കെയാണ് എപ്പോഴും സംസാരിച്ചിരുന്നത്. നമ്മളൊരു ഡിഫൻസ് രംഗത്തോ യുദ്ധരംഗത്തോ വികസിത ശക്തിയാകുമെന്ന് നാം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പൊതുവെ ഇന്ത്യയുടെ കാര്യം നോക്കുക. അതായത് ഇന്ത്യക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഇല്ലാതാക്കുക, ചെറുക്കുക. നമുക്കൊരു രാജ്യത്തിനെ ആക്രമിക്കുക എന്നുള്ളതൊന്നും നമ്മുടെ സങ്കല്പത്തിലേ ഇല്ലാത്തൊരു കാര്യമാണ്. നിവൃത്തികേട് വരുമ്പോൾ നമ്മൾ ചെയ്യും. ഇതാണ് നമ്മുടെ യുദ്ധതന്ത്രം, ഡിഫൻസിന്റെ തന്ത്രം. ഇതുവരെ 2047 ആകുമ്പോഴേക്ക് ഡിഫൻസ് രംഗത്തും, അതായത് യുദ്ധരംഗത്തോ പ്രതിരോധ രംഗത്തും ഒരു വികസിത ശക്തിയായി മാറും എന്ന ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ വന്നിരിക്കുന്ന കാതലായ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഇന്നലെ നമ്മുടെ മാർച്ച് 10 നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററായ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി നമ്മുടെ രാജ്നാഥ് സിംഗ് പുറത്തിറക്കിയത്. അതിന്റെ പേരാണ് ഡിഫൻസ് ഫോഴ്സസ് വിഷൻ 2047. അതിന്റെ മുഴുവൻ പേര്, അതിന്റെ കൂടെ ഒരു എക്സ്റ്റൻഷനും കൂടെ ഉണ്ട്, എ റോഡ് മാപ്പ് ഫോർ ഫ്യൂച്ചർ റെഡി ഇന്ത്യൻ മിലിറ്ററി. എ റോഡ് മാപ്പ് ഫോർ ഫ്യൂച്ചർ റെഡി ഇന്ത്യൻ മിലിറ്ററി. അതായത് ഭാവിയിലെ ഏറ്റവും അത്യാധുനികമായ ഒരു സൈന്യത്തിലേക്കുള്ള ഒരു റോഡ് മാപ്പാണ് ഇന്നലെ പുറത്ത് വന്നിരിക്കുന്നത്. ഇതുവരെയുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ദീർഘകാലമായ തന്ത്രപരമായ ഒരു പദ്ധതിയാണ് ഇതാണ് അതിനെപ്പറ്റി ആദ്യം പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട്. ഇതിപ്പം നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമുക്ക് 75 വർഷം കഴിഞ്ഞു. നമ്മൾ ഇത്രയും നാളും പ്രതിരോധത്തിൽ ഊന്നിയ ഒരു മിലിറ്ററിയാണ് എപ്പോഴും പരിപാലിച്ചു കൊണ്ടുവന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പോലും സങ്കല്പം അങ്ങനെയായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.